വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതേപോലെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ള നാരങ്ങ അച്ചാർ, അല്ലെങ്കിൽ യെല്ലോ കളറിലിരിക്കുന്ന ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതൊരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. എന്നിട്ട് ഇതിലൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് 1 സ്പൂൺ കല്ലുപ്പ് ചേർത്ത് ഇതിനെ മിക്സ് ചെയ്ത് ഒന്ന് വെച്ചിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ചേരുവകൾ. ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ലെമൺ, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, കുറച്ച് സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് കാന്താരി മുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10 കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇതാണ് നമ്മളെ അച്ചാറിലേക്ക് വേണ്ടിയ ഒരു കൂട്ട്. ഇതിൻ്റെ റെസിപ്പീസ് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കായവും ഉപ്പും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കടുക് പൊട്ടിക്കുന്നത്. കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉലുവയുടെയൊക്കെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി. ഇനി ഇത് രണ്ടും കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിരിക്കാം. ഇതപ്പം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. അതുവരെ നമ്മളൊന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചിക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത് വച്ചിരിക്കുന്ന കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 10 കഷ്ണം പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ചേക്കണേ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു പച്ചമണം പോകുന്ന വരെ നമുക്ക് വഴറ്റി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം. നമുക്കിത് കായം ആഡ് ചെയ്ത് ഇനി കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കായം ഒന്ന് ഇതിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ റെസിപ്പീസ് എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കൈ വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതിലോട്ട് നേരത്തെ കല്ലുപ്പ് ആഡ് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഞാനിതിൽ 1 സ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് വേറെ എക്സ്ട്രാ സോൾട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് നാരങ്ങയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഇങ്ങനെ. ഇതേപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.